പേരെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്ന മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് ശേഷം ഈ ധർമ്മസ്ഥല എന്ന സ്ഥലത്തെക്കുറിച്ച് ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് വരുന്നത്. തൻ്റെ മകളുടെ അസ്ഥികളെങ്കിലും കണ്ടെടുത്ത് തരാൻ ആവശ്യപ്പെട്ട് വിതുമ്പുന്ന ഒരമ്മ ഇപ്പോൾ കർണാടകയിലെ ധർമ്മസ്ഥലയിലുണ്ട്. 21 വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്ര പരിസരത്ത് വെച്ച് അപ്രത്യക്ഷമായ അനന്യ ഭട്ടിൻ്റെ അമ്മ സുജാത ഭട്ട്. മകളെ തേടിയിറങ്ങിയ ഈ അമ്മയും ധർമ്മസ്ഥലയിലെ ഗൂണ്ടകളുടെ ക്രൂരത എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞു. പ്രായം നടത്താത്ത ഈ അമ്മ പുതിയ നിയമ പോരാട്ടത്തിന് തുടക്കമിട്ടു. നിഗൂഢത നിറഞ്ഞ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്ന് 24-ന്റെ അന്വേഷണം തുടരുന്നു. സ്പന്ദിക്കുന്ന അസ്ഥിമാടങ്ങൾ. പതറാത്ത ചുവടുകളോടെ ഈ അമ്മ പടികയറുന്നത് നീതിക്കു വേണ്ടിയാണ്. 21 വർഷമായി തൻ്റെ ഹൃദയത്തെ ഓരോ നിമിഷവും കൊത്തിവലിക്കുന്ന മകളുടെ ഓർമ്മകൾക്ക് മുന്നിൽ വിശ്രമത്തിന് സമയമില്ല. അവസാന ശ്വാസമെടുക്കും മുൻപ് മകൾക്ക് എന്തു പറ്റിയെന്നറിയണം. അതറിയാതെ ഒരമ്മയ്ക്ക് എങ്ങനെ ഉറങ്ങാനാകും? വർഷം 2004. സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥല കാണാനെത്തിയതാണ് 1ാം വർഷ MBBS വിദ്യാർത്ഥിയായ അനന്യ ഭട്ട്. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വണ്ടി കയറുമ്പോൾ ധർമ്മസ്ഥലയെപ്പറ്റി സുഹൃത്തുക്കൾ പറഞ്ഞ നല്ല ഓർമ്മകളായിരുന്നു അവളുടെ മനസ്സു നിറയെ. പക്ഷേ ധർമ്മസ്ഥലയുടെ മറ്റൊരു മുഖമാണ് അന്ന് അവൾക്ക് മുന്നിൽ വ്യക്തമായത്. ധർമ്മസ്ഥലയിലെ സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു ഒരു വൈകുന്നേരം അവൾ ക്ഷേത്രമുറ്റത്തെത്തിയത്. അന്ന് തന്നെ മടങ്ങാനായിരുന്നു പദ്ധതി. കൂട്ടുകാരൊക്കെ വസ്ത്രമെടുക്കാൻ വീടുകളിലേക്ക് പോയി. ഗ്രാമഭംഗി ആസ്വദിച്ച് അല്പനേരം കൂടി അവിടെ ഇരിക്കാനായിരുന്നു അനന്യയ്ക്ക് താല്പര്യം. ആ തീരുമാനം തെറ്റായിപ്പോയെന്ന് പിന്നീട് അവൾ ചിന്തിച്ച് കാണുമായിരിക്കും. സുഹൃത്തുക്കൾ മടങ്ങിയെത്തിയപ്പോൾ അനന്യ അവിടെയില്ല. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. തങ്ങളാൽ കഴിയും വിധം അവർ അനന്യയെ തിരക്കി നടന്നു. നിരാശയായിരുന്നു ഫലം. കൊൽക്കത്തയിൽ CBI സ്റ്റെനോഗ്രാഫറായിരുന്നു അനന്യയുടെ അമ്മ സുജാത ഭട്ട്. വിവരമറിഞ്ഞ് ഓടിപ്പിടിച്ച് ധർമ്മസ്ഥലയിലെത്തിയപ്പോഴേക്കും ഒരു ദിവസം കഴിഞ്ഞിരുന്നു. ആദ്യമെത്തിയത് ബൽത്തങ്കാടി പോലീസ് സ്റ്റേഷനിൽ, പിന്നീട് ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ മുന്നിൽ. പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രമുറ്റത്തു നിന്നും കേട്ടത് ഒരേ വാക്കുകളായിരുന്നു: ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, പലരെയും കാണാതാകും, തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. Beltangdi station, missing complaint, not get the complaint, bad talking to station, you will go. So another person is, your daughter, another person is going out. No, I don't know. You watch. Going to watch, and some further I don't know. I will going to Dharmasthala. പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറാകാത്ത പോലീസ് അനന്യ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയതാകാമെന്നുകൂടി ഈ അമ്മയുടെ മുഖത്തടിച്ച പോലെ പറഞ്ഞു. കരഞ്ഞവശയായ സുജാത ക്ഷേത്രമുറ്റത്തിരിപ്പായി. പിന്നീട് നടന്നത് സിനിമാ കഥകളിൽ മാത്രം കണ്ടിട്ടുള്ള നിഷ്ഠൂരമായ ക്രൂരത. മകളെ തിരക്കിയിറങ്ങിയ അമ്മയും ധർമ്മസ്ഥലയിലെ ക്രൂരന്മാരുടെ കയ്യിൽപ്പെട്ടു. തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് അവശയാക്കി. 3 പേർ വന്ന് മകളെ കാട്ടിത്തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ഇരുട്ടുമുറിയിലിട്ട് മർദ്ദിച്ചവശയാക്കി. തലയ്ക്ക് കാര്യമായി ക്ഷതമേറ്റു. കൈവിരലുകളൊക്കെ പൊട്ടി. മകളെ തിരക്കിയിറങ്ങിയ ഒരമ്മയെ അവർ ജീവശവമാക്കി മാറ്റി. 3 മാസം ഈ അമ്മ അബോധാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. Back side one person is come, white hit with my head, and injury is the actually here injury. So 9 stitching. So I will further I don't know. So I went to coma, so hospital Bangalore. ജീവിതത്തിലേക്ക് തിരികെ എത്തിയ ശേഷവും പല പോരാട്ടങ്ങളും നടത്തി നോക്കി.
ഒറ്റയ്ക്ക് തുഴഞ്ഞു പോകാൻ പറ്റുന്നിടത്തോളം പോയി. പക്ഷേ ധർമ്മസ്ഥലയിൽ നിന്ന് കാണാതായ നൂറുകണക്കിന് പെൺകുട്ടികളിൽ ഒരാളായി മാത്രം അനന്യ മാറി. അതിനിടയിലാണ് ഇപ്പോൾ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുണ്ടായത്. പിന്നാലെ സുജാത ഭട്ട് ഒരിക്കൽ കൂടി തൻ്റെ മകൾക്കായി ധർമ്മസ്ഥലയിലെത്തി. ദക്ഷിണ കന്നഡ SP-ക്കും ധർമ്മസ്ഥല പോലീസിനും പരാതി നൽകി. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കണം. തൻ്റെ മകളുടെ അസ്ഥി ആ കൂട്ടത്തിലുണ്ടെങ്കിൽ തനിക്കത് തരണം. Our approach is that compare her DNA with the dead body. If any dead body is matches to her, then give it to that. Once they gave it to that, then they need to decide that whether how she has died and then further inquiry needs to be taken. That's a different part. പ്രതീക്ഷയുടെ ഒരു വെളിച്ചം സുജാതയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ജീവിതത്തിൽ ഇനി എത്ര സമയമുണ്ടെന്നറിയില്ലെന്ന് ഈ അമ്മ പറയുന്നു. പക്ഷെ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല. മകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തനിക്കറിയണം. ധർമ്മസ്ഥലയിലെ മക്കളെ നഷ്ടപ്പെട്ട പല അമ്മമാർക്കും പരാതിയുമായി മുന്നോട്ട് വരാനുള്ള പ്രചോദനം കൂടിയാണ് ഈ അമ്മ. മരിക്കുന്നതിന് മുൻപ് മകൾക്ക് എന്തു പറ്റിയെന്നറിയണം. അവളെ ആരെങ്കിലും കൊന്നു തള്ളിയിട്ടുണ്ടെങ്കിൽ അസ്ഥിയെങ്കിലും ലഭിക്കണം. ഈ ഒരൊറ്റ ആവശ്യം മാത്രമാണ് ഈ അമ്മയ്ക്കുള്ളത്. പ്രതികൾ ശിക്ഷിക്കപ്പെടണമെന്നതിനപ്പുറം തൻ്റെ മകളുടേതെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു എല്ലിൻ കഷ്ണമെങ്കിലും കിട്ടണമെന്ന കാത്തിരിപ്പിലാണ് ഈ അമ്മയുള്ളത്. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഈ കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ നിന്ന് വരുന്നത്. ഇത്ര കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പെൺകുട്ടികൾ, അവരുടെ അമ്മമാർ, എന്നിട്ട് മക്കളെ അന്വേഷിച്ചിറങ്ങുന്ന അമ്മമാർക്ക് പീഡനമേൽക്കുക, അവരെക്കുറിച്ച് പോലീസ് അന്വേഷണം ഇല്ലാതിരിക്കുക, കൊന്നു കുഴിച്ചിട്ടാലും അസ്ഥികൾ കണ്ടെത്തിയാലും അതിനെക്കുറിച്ച് അന്വേഷണം ഇല്ലാതിരിക്കുക, പോലീസ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണോ ഈ ധർമ്മസ്ഥല എന്നുപോലും സംശയം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ വാർത്താ സംഘം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ അടുത്ത മണിക്കൂറുകളിൽ നമ്മുടെ വിവിധ വാർത്താ ബുള്ളറ്റിനുകളിൽ ഉണ്ടാകും.